ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞണ്ട് റോസ്റ്റിൻ്റെയാണ്. ഇന്നൊരു 4 ഞണ്ട് കിട്ടി. അപ്പം കിട്ടിയപ്പോഴത്തേനും പിന്നെ റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ. പക്ഷേ ഇത് കഴുകാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. ഫസ്റ്റ് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ കാലൊക്കെ ഇളകി വരാൻ പാടായിരുന്നു. അതിൻ്റെ വയറിൻ്റെ ഇത് വലിയ ഇളവി വരാൻ പാടായിരുന്നു. പിന്നെ എടുത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്തു. ഇതിൻ്റെ അകം വന്നിട്ട് കണ്ടപ്പോൾ നല്ല ഫ്രഷ് പോലെ തോന്നിയില്ല, എന്നാൽ നല്ല അകത്ത് നല്ല മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനെ എടുത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്തു. പിന്നെ ഇതിൻ്റെ വലിയ കാല് വന്നിട്ട് ഞാൻ ഇത് ചുറ്റുകല്ലിൽ വെച്ച് തല്ലിയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രേവി കയറാൻ വേണ്ടിയാണ്. തല്ലാതെ ഇട്ടിരുന്ന അതിനകത്ത് ഗ്രേവി കയറില്ല. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണില്ല, ഉപ്പിൻ്റെ ഏതൊരു ടേസ്റ്റ് ഒന്നും കാണൂല. പിന്നെ വന്നിട്ട് അങ്ങനെ ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം അടുപ്പിൽ ചീനച്ചട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് സവാള ഇട്ടു. സവാള വന്നിട്ട് നല്ല വഴണ്ട് വരണം. സവാളയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ഉപ്പിടുമ്പോൾ നല്ലവണ്ണം വഴണ്ട് വരും. അതിന് വേണ്ടിയാണ് കുറച്ചധികം ഉപ്പിട്ടത്. ഇത് നല്ല വഴറ്റി എടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടില്ല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചപ്പോഴേ അതിൽ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നല്ലവണ്ണം വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ആവിയിലിരുന്ന് സവാള ഒന്ന് വെന്തി വരാൻ വേണ്ടിയാണ് മൂടി വെച്ച് വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിക്ക കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിക്ക വേണോ ഇട്ടാൽ മതി. ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് തക്കാളി കൂടെ ഇട്ടത്. ചിലരിടൂല തക്കാളിക്ക. അതുപോലെ തന്നെ ഇതിൽ കുരുമുളകും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ കുരുമുളക് ഇട്ടെന്ന് പിള്ളേർക്ക് എരിവത്ര പച്ചമുളക് ഇട്ടല്ലോ, അതുകൊണ്ട് എരിവത്ര വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ല. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വന്നിട്ട് ഗരം മസാല ഇട്ടു. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ടു. മുളക് പൊടി കാശ്മീരിയാണ് കൂടുതലിട്ട്. ജസ്റ്റ് എരിവുള്ളത് ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കാശ്മീരിയാണ് ഇട്ട്. പച്ചമുളക് നല്ല എരിവായിരുന്നു. അങ്ങനെയാണ് 3 പച്ചമുളക് ഇട്ടത്. അതുകൊണ്ടാണ് കാശ്മീരി ഇട്ടത് കൂടുതലായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞണ്ടിനെ എടുത്ത് അടുപ്പിലിട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഞാൻ പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം ഇളക്കി കൊടുത്തു. ഈ വെള്ളവും ഈ മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്യണമല്ലോ. മല്ലിപ്പൊടി എല്ലാം ഇതിൽ ഗ്രേവിയിലാവണം. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ച് ഒരു 20-30 മിനിറ്റ് വേവിച്ച് ചെയ്യണം. അത് ഹൈ ഫ്ലെയിം ഇട്ടില്ല, സ്ലിമ്മിലാണിട്ട് വേവിച്ചത്. എന്തെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം ഇടുമ്പോഴത്തേനും ഈ സവാള വന്നിട്ട് അടിയിൽ പിടിക്കും. പെട്ടെന്ന് അകത്ത് ഇത് ഞണ്ടിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഗ്രേവി പെട്ടെന്ന് ഇറങ്ങൂല, വേവൂല. പെട്ടെന്ന് വന്നിട്ട് ഗ്രേവി വറ്റി കൊടുക്കും. അതുകൊണ്ടാണ് സ്ലിമ്മിലിട്ട് വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് എരിയും ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്തു. അതെന്ന് വെച്ചാൽ പച്ചമുളക് 3 എണ്ണം ഇട്ടു. എരിയുള്ള പച്ചമുളകായിരുന്നു. അതുകൊണ്ടാണ് എരിവ് കൂടിയത്. വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചിട്ട് ഓഫാക്കി വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്